ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പാർട്ടിക്കുള്ളിൽ പിടിവലി. കെ സുരേന്ദ്രന് പിന്നാലെ ജി കൃഷ്ണകുമാറും വട്ടിയൂർക്കാവിനായി താൽപര്യം അറിയിച്ചിരിക്കുകയാണ്. പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവാണെന്നും പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനാണ് ആഗ്രഹമെന്നും കൃഷ്ണകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതൊന്ന് 25 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. രണ്ട്, എൻ്റെ ഓഫീസാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും ഭാര്യയുടെ വീടാണെങ്കിലും എല്ലാം വട്ടിയൂർക്കാവിനകത്താണ്. അപ്പം എൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു പൊതുപ്രവർത്തനം അവരവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായിരിക്കും ഉള്ളിൽ താല്പര്യം. പിന്നെ പാർട്ടിയുടെ തീരുമാനം പോലെ ഇരിക്കും. ഇവിടുത്തെ ഓരോ പ്രവർത്തകരുമായിട്ട്, അത് ബൂത്ത് ആയിക്കോട്ടെ, ഏരിയ ആയിക്കോട്ടെ, മണ്ഡലമായിക്കോട്ടെ, എല്ലാവരുമായും വ്യക്തിബന്ധവും പാർട്ടിക്ക് അതീതമായിട്ട് നമുക്ക് വ്യാപകമായ ബന്ധമുള്ളൊരു മണ്ഡലമാണ്. പാർട്ടി വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഇരുകൈ നീട്ടി സ്വീകരിക്കും. മറ്റൊരു ഓപ്ഷൻ വെച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ അടുത്ത് പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും ഞാൻ പോയിരിക്കും, മത്സരിച്ചിരിക്കും. താല്പര്യം വട്ടിയൂർക്കാവാണ്. തീർച്ചയായിട്ടും എൻ്റെ പൂർണ്ണ മനസ്സും എൻ്റെ, കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രവർത്തിച്ച് പരിചയമുള്ളൊരു ഏരിയയാണ്. ഓരോ ഏരിയയിലെ പ്രശ്നങ്ങൾ എന്തെന്ന് നമുക്കറിയാം. ഇത്രയും കാലം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കും വട്ടിയൂർക്കാവ് കിട്ടിയാൽ ഏറ്റവും നല്ലതായിരിക്കും. കൃഷ്ണകുമാറിന്റെ പ്രതികരണമാണ് കേട്ടത്. എല്ലാവർക്കും വട്ടിയൂർക്കാവ് വേണമെന്നുള്ളതാണ്. വിവരങ്ങളുമായി TS ഹരികൃഷ്ണ ചേരുന്നു. ഹരി, കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോഴിതാ കൃഷ്ണകുമാർ, വട്ടിയൂർക്കാവിൽ ആര് മത്സരിക്കാനിടയിൽ ശ്രീലേഖയുടെ പേര് കേൾക്കുന്നു. അവർ ആ തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു. വട്ടിയൂർക്കാവിൽ ആരായിരിക്കും? വട്ടിയൂർക്കാവിൽ BJPക്ക് വലിയ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥികൾക്കായി പിടിവലി നടക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നേരത്തെ കെ സുരേന്ദ്രൻ അദ്ദേഹം വട്ടിയൂർക്കാവ് മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ ജി കൃഷ്ണകുമാർ അദ്ദേഹം പരസ്യമായി രംഗത്തെത്തുകയാണ്. അദ്ദേഹത്തിന് താല്പര്യം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മത്സരിച്ചത് തിരുവനന്തപുരം സെൻട്രലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൊല്ലത്ത് മത്സരിച്ചു. ഇതൊക്കെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പോയി മത്സരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത്തവണ അദ്ദേഹം ഒരു താല്പര്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലം, കഴിഞ്ഞ 25 വർഷമായി താൻ ജീവിച്ചു വളർന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതാണ്. വട്ടിയൂർക്കാവ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും ക്യാമ്പയിന്റെ ഭാഗമായൊക്കെ വലിയ സജീവമായി കൃഷ്ണകുമാർ രംഗത്തുണ്ടായിരുന്നു. അവിടെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വട്ടിയൂർക്കാവ് പ്രവർത്തന മണ്ഡലമായതിനാൽ അവിടെ മത്സരിക്കാൻ താല്പര്യമെന്ന് പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജി കൃഷ്ണകുമാർ. എന്നാൽ കൂടിയും മറ്റൊരു ഓപ്ഷൻ വയ്ക്കുകയാണെങ്കിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. തിരുവനന്തപുരം സെൻട്രലിലും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, അങ്ങനെ ഒരു കാര്യമല്ല അദ്ദേഹം പറയുന്നത്. പാർട്ടി എന്ത് പറഞ്ഞാലും അതനുസരിക്കും, പക്ഷേ വട്ടിയൂർക്കാവാണ് താല്പര്യം. ഹരി, BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡും വട്ടിയൂർക്കാവിനാണല്ലേ? ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ആ ഓരോ മണ്ഡലത്തിലും മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ ആവശ്യവും കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ടാണ് വട്ടിയൂർക്കാവ് ഇങ്ങനെ ഒന്നിലധികം പേർ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീലേഖയുടെ കാര്യം പറഞ്ഞാൽ അവർ ഇതുവരെ അവിടെ മത്സരിക്കണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല, പരസ്യമായി പറഞ്ഞിട്ടുമില്ല. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണം വന്നപ്പോഴും മത്സരിക്കാനില്ല എന്നുള്ള ഒരു കാര്യമാണ് ശ്രീലേഖ പറയുന്നത്. പക്ഷെ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആഗ്രഹം വട്ടിയൂർക്കാവ്, അങ്ങനെ അദ്ദേഹത്തിനും അങ്ങനെ ഒരു നോട്ടം വട്ടിയൂർക്കാവിൽ ഒരു നോട്ടമുണ്ട്. പക്ഷേ കൃഷ്ണകുമാർ പരസ്യമായി അദ്ദേഹത്തിന്റെ ആഗ്രഹം പറയുകയാണ്, താല്പര്യം പറയുകയാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്നുള്ളത്. ഇപ്പോൾ ഈ പറയും പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും തിരുവനന്തപുരം സെൻട്രലിലും കൊല്ലത്തും ഒക്കെ മത്സരിച്ചപ്പോൾ കൃഷ്ണകുമാറിന് BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തിന്റെ കൂടി പുറത്തായിരിക്കണം അദ്ദേഹം വട്ടിയൂർക്കാവ് മത്സരിക്കണമെന്ന് പറയുന്നത്. ശരി, എന്തായാലും കൃഷ്ണകുമാറിനും വേണ്ടത് വട്ടിയൂർക്കാവ് തന്നെയാണ്. വട്ടിയൂർക്കാവിനായി BJPയിൽ ഇപ്പോൾ നേരത്തെ കെ സുരേന്ദ്രനായിരുന്നു വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ശ്രീലേഖയുടെ പേര് പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ കൂടി ആവശ്യം ഉന്നയിച്ചു വരുന്നത്. എന്തായാലും ഇതല്ലെങ്കിൽ താൻ മത്സരിക്കാനില്ല എന്നൊന്നും കൃഷ്ണകുമാർ പറഞ്ഞു വെക്കുന്നില്ല. TS ഹരികൃഷ്ണ വിവരങ്ങൾ നൽകിയത്.